കേരള പ്രീമിയർ ലീഗിലെ 88ാം മത്സരം PFC കേരള ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് FC. PFC കേരള വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് FC. ബ്ലാസ്റ്റേഴ്സിന്റെ ടച്ചോടുകൂടി മഞ്ഞ കുപ്പായക്കാരുടെ ടച്ചോടുകൂടി മത്സരം ആരംഭിക്കുന്നു. ഇവിടെ കമന്ററി ബോക്സിൽ എന്നത്തെയും പോലെ തന്നെ ഞാൻ ശ്രീനാഥ് മധുകുമാർ നിങ്ങൾക്കൊപ്പം ചേരുകയാണ്. മത്സരത്തിന്റെ തത്സമയ കളി വിവരണവുമായി. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മുന്നേറ്റം ഇൻസൈഡിലേക്ക് വളരെ മനോഹരമായി എബിൻ ദാസ് ഒരു നല്ല ഡെലിവറി, അത് വലയ്ക്കകത്തേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് എന്തായാലും മത്സരത്തിന്റെ തുടക്കം കേരള ബ്ലാസ്റ്റേഴ്സ് FC മുന്നിലേക്ക് എത്തുന്നു. കേരള പ്രീമിയർ ലീഗ് കുപ്പായക്കാരുടെ പടയോട്ടത്തിന് എങ്ങനെയും തടയിടാൻ അവിടെ PFC കേരളയ്ക്ക് സാധിക്കുന്നില്ല. കേരള പ്രീമിയർ ലീഗിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗോളുകളിൽ ഒന്നായി തീർച്ചയായും അതിനെ പ്രകീർത്തിക്കാം. ഏരിയയിൽ നിന്ന് ഒരു ഫ്രീ കിക്ക്, ആ ഫ്രീ ഡയറക്റ്റ് അടുപ്പിക്കുന്നതും നല്ലൊരു മുന്നേറ്റം ആൻഡ് ഓഫ് സൈഡ് കോൾ വരുന്നു. ഒരു ക്വിക്ക് ഫ്രീ കിക്ക് എടുക്കുന്നു. ക്വിക്ക് ഫ്രീ കിക്കുകൾ എന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് ഭയമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വീണ്ടും നല്ല ഒന്നാം തരം ഒരു ഡെലിവറി പെനാൽറ്റി ഏരിയയിലേക്ക് അവിടെ PFC കയറി കൊടുന്നു. എന്തായാലും ഒരു പെനാൽറ്റി അവിടെ കൃത്യമായി വിധിക്കുക കൂടി ചെയ്യുന്നു. ഞാൻ പറഞ്ഞു PFC കേരള അത്രത്തോളം ക്ലവറായി അവർ ആ പന്ത് തിരിച്ചടിക്കാനുള്ള ഗോൾ തിരിച്ചടിക്കാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു കാഴ്ച. ആൻഡ് രൂപം പെനാൽറ്റിക്ക് പുറകിൽ, പന്തിന് പുറകിൽ PFC കേരള 13ാം മിനിറ്റിൽ രൂപത്തിന്റെ പെനാൽറ്റി കിക്ക് ആൻഡ് ഇറ്റ്സ് PFC കേരള. മത്സരത്തിന്റെ 13ാമത് മിനിറ്റിൽ രൂപത്തിന്റെ ഗോളോടുകൂടി PFC കേരള മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു. ആൻഡ് സമനില ഗോൾ കണ്ടുപിടിച്ച് നേരെ ബാക്കിലേക്ക് ഷെറിൻ സാലറിലേക്ക് കൊടുക്കുന്നു. റൈറ്റ് ഫ്ലാങ്കിലുണ്ട്, ദേവോയിലേക്ക് ബോൾ എത്തിക്കുന്നു. നല്ല ഒന്നാം തരം ഒരു ഓവർഹെഡ് പാസ് ആൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയി നല്ലൊരു ഡെലിവറി പെനാൽറ്റി ഏരിയയിലേക്ക്. അവിടെ ഗോൾ കീപ്പർ അഡ്വാൻസ് ചെയ്ത് മുന്നിലേക്ക് വന്നു എന്നുള്ളത് കൃത്യമായി കണ്ടറിഞ്ഞ് തന്നെയാണ് എബിൻ ദാസ് അദ്ദേഹത്തിന്റെ മത്സരത്തിലെ 2ാമത്തെ ഗോൾ കണ്ടുപിടിക്കുന്നത്. 14th മിനിറ്റ് അവിടെ ആ വഴങ്ങിയ ഗോളിന് തീർച്ചയായും സാലറി. അവിടുന്ന് ദേവോയുടെ ലോങ് ബോൾ ഫോർവേഡ് ലൈനിൽ ഇതല്ല, ഓഫ് സൈഡ് അല്ല. ഗോൾ കീപ്പർ തീർച്ചയായും നേരെ മുന്നിലേക്ക് ഇറങ്ങി വന്നാണ് അവർ ചലച്ചു കൊടുക്കുന്നത്. ഇതായിരുന്നു മുന്നേറ്റം. ഗോൾ കീപ്പർ മുന്നിലേക്ക് കയറി വരുന്നു. തൂത്തെറിയുകയാണ്. എന്തായാലും ഇത്തവണ 6 താരങ്ങൾ മാത്രമാണ് അവർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. PFC കേരള 6 താരങ്ങൾ. ഗോൾ കീപ്പറായി 2 പേരുണ്ട്, ഫർഹാനും അതുപോലെ തന്നെ ആകാശും. റെഡ് കാർഡ്. ഒരു റെഡ് കാർഡ് ശിക്ഷ കൊടുത്ത് ഗോൾ കീപ്പർ അയനെ തിരിച്ച് ഡഗൌട്ടിലേക്ക് പവലിയനിലേക്ക് പറഞ്ഞയക്കുകയാണ്. സിറ്റുവേഷനിലായിരുന്നു. നല്ലൊരു ഓപ്പർച്യൂണിറ്റി വീണ്ടും ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് FC സബ്സ്റ്റിറ്റ്യൂഷനിൽ കളിക്കളത്തിലേക്ക് വന്ന സുജിൻ 2 മിനിറ്റിനുള്ളിൽ അദ്ദേഹത്തിന്റെ മത്സരത്തിലെ ആദ്യ ഗോൾ സ്കോർ ചെയ്യുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ 3ാമത്തെയും. 41ാമത് മിനിറ്റിൽ സുജിൻ സൂപ്പർ സബ്. കേരള ബ്ലാസ്റ്റേഴ്സ് 3 ആൻഡ് PFC കേരള 1 ടു ഷെറിൻ സാലറി. ഷെറിനിൽ നിന്ന് ദേവോയുടെ ഡയഗണൽ ബോളാണ് നേരത്തെ PFC കേരളയ്ക്ക് വലിയൊരു ദുരന്തത്തിലേക്ക് അവരുടെ ആ ഒരു മുന്നേറ്റത്തെ നയിച്ചത്. ഇൻസൈഡ് ഔട്ടിലേക്ക് നല്ലൊരു ബോള്, റിക്കവറി. വീണ്ടും ബ്ലാസ്റ്റേഴ്സ്. വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു പന്ത് ആൻഡ് ഇറ്റ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് FC വൺസ് അഗൈൻ. സുജിൽ ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ സെലിബ്രേഷൻ വഴി സുജിൽ പയ്യനാട് സ്റ്റേഡിയം മഞ്ചേരിയെ കോരിത്തെറിപ്പിക്കുന്നു. ടൂർണമെന്റിലെ തന്നെ മത്സരത്തിലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ഗോള് 46ാം മിനിറ്റിൽ സുജിന്റെ കാലിൽ നിന്ന് വന്ന മധുരമനോഹരമായ സുന്ദരമായ ഒരു ഗോളോടുകൂടി പോകുന്നത്. എന്തായാലും 1ാം പകുതിയുടെ വിസിൽ മുഴങ്ങുമ്പോൾ 1-നെതിരെ 4 ഗോളുകൾക്ക് PFC കേരളയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ലീഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് റൈറ്റ് നോ നമ്മളുള്ളത്. എബിൻ അജ്സലിന്റെ നല്ലൊരു റൺ. എബിനിലേക്ക് തന്നെ ആ പന്ത് തിരിച്ചെത്തിക്കുന്നു. പെനാൽറ്റി ഏരിയയിലേക്ക് കൂട്ടപ്പൊരിച്ചിലൊടുവിൽ എബിൻ ദാസ് ആൻഡ് ഹാട്രിക് ഫോർ എബിൻ ദാസ്. കേരള ബ്ലാസ്റ്റേഴ്സ് FC മത്സരത്തിന്റെ അവസാന മൊമെന്റിലേക്ക് വരുമ്പോൾ എബിൻ ദാസിന്റെ മാജിക്കിൽ നിന്ന് സുന്ദരമായ മധുരമനോഹരമായ ഒരു ഹാട്രിക് നേടിയെടുക്കുന്നു. ഓൾറെഡി ബ്രേസിൽ നിന്ന് എബിൻ ദാസിന് ഹാട്രിക്കിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോൾ വരും എന്നുള്ള കാത്തിരിപ്പിലായിരുന്നു മഞ്ഞപ്പടയുടെ ആരാധകര്. എന്തായാലും ആ കാത്തിരിപ്പ് അധിക നേരം ഇനി നീണ്ടു നിൽക്കില്ല എന്നുള്ള ഒരു കൃത്യമായ വാക്യമാണ് അവിടെ എഴുതി ചേർക്കുന്നത്. അതും കാലുകൊണ്ട് എബിൻ ദാസ്. അമർ
PFCയുടെ നല്ല റൺ ആൻഡ് PFC മറ്റൊരു ഗോൾ കൂടി എന്തായാലും സ്കോർ ഷീറ്റിലേക്ക് എഴുതി ചേർക്കുകയാണ്. അവസാന മൊമെന്റിലാണ് എങ്കിൽ കൂടി അവരുടെ ആ ഒരു നല്ല റണ്ണിന് കൂടുതൽ ഗോളുകൾ അവർക്ക് സ്കോർ ചെയ്യണമെന്നുള്ള കൃത്യമായ ഉദ്ദേശത്തിന്റെ പുറത്താണ് വീണ്ടും ഒരു ഗോളിലേക്ക് അവിടെ വരുന്നത്. ജേഴ്സി നമ്പർ 14 ജിഷ്ണു ആണ്. ഫുൾ ടൈം കേരള പ്രീമിയർ ലീഗിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും PFC കേരളയുടെയും ഈ മത്സരത്തിലെ ഈ ടൂർണമെന്റിലെ അവസാന മത്സരം. കേരള പ്രീമിയർ ലീഗിലെ മറ്റൊരു മത്സര ദിവസം കൂടി അവസാനിക്കുമ്പോൾ ഇറ്റ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് FC 5 ആൻഡ് PFC കേരള 2.